എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു മോര് ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം. നാളികേരം ചിരകേണ്ട സമയം മാത്രമേ ഇതിന് വേണ്ടി വരുള്ളൂ. പിന്നെ പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കാം. ചോറിനൊപ്പം ഇത് സൂപ്പർ കോംബോ ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അതിനായിട്ട് ഒരു അരമുറി നാളികേരം ആവശ്യമുണ്ട്. അതിവിടെ ചിരകി വെച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ച് തൈര് വേണം. അതിന് ഒരു മീഡിയം സൈസ് പുളിയുള്ള തൈരാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തീരെ പുളിയില്ലാത്തതും പറ്റില്ല, ഭയങ്കര പുളിയുള്ളതും വേണ്ട. ഇനി നമുക്ക് നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ ബൗള് തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് എരിവിന് നമുക്കൊരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പ് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം. നന്നായി പേസ്റ്റ് പോലെ അരയണ്ട, എന്നാൽ അത്യാവശ്യം അരയും വേണം. ഇപ്പോൾ നമുക്കിതൊരു കട്ടിയായ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 ചെറിയ കയ്യിൽ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, തൈര് എല്ലായിടത്തും എത്തുന്ന തരത്തിൽ. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ക്യാരറ്റ് നുറുക്കിയത്, ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ക്യാരറ്റ് ഇല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ വലിയ ഉള്ളിയോ ചെറുതായി നുറുക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കടുക്, ഒരു 1/2 ടീസ്പൂൺ കടുക്. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഒരു 2 മിനിറ്റ് മതി തയ്യാറാക്കാനായിട്ട്. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പികൾക്കായിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.